ചില സ്ത്രീകൾക്ക് അവരുടെ കക്ഷത്തിൽ അല്ലെങ്കിൽ ആക്സില എന്ന് നമ്മൾ പറയും ഇംഗ്ലീഷിൽ, ആ ഭാഗത്ത് ചിലപ്പോൾ സ്തനം കാണപ്പെടാറുണ്ട്. അതിൻ്റെ ഒരു ഭാഗം അവിടെ കാണപ്പെടാറുണ്ട്. അപ്പോൾ ഈ കക്ഷത്തിലുണ്ടാവുന്ന സ്തനം അല്ലെങ്കിൽ ആക്സിലറി ബ്രസ്റ്റ് കാരണം ചില ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. ഇത് എന്ത് തരം ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാവുന്നത്? ഇതിൽ നമ്മളുടെ സ്തനത്തിലുണ്ടാവുന്ന മാറ്റങ്ങൾ ഇതിലും കാണപ്പെടാറുണ്ട്. ചിലപ്പോൾ നമ്മളുടെ മെൻസ്ട്രുവൽ സൈക്കിളിൻ്റെ അനുസരിച്ച് അതിൽ വ്യത്യാസം വരാറുണ്ട്. പ്രഗ്നൻസി അല്ലെങ്കിൽ ലാക്ടേഷൻ്റെ സമയത്ത് ഇത് ചിലപ്പം വലുതാകാറുണ്ട്. ഇത് കാരണം ചിലപ്പോൾ ചിലതരം ഡ്രസ്സസ് ഇടാൻ ബുദ്ധിമുട്ടായിരിക്കും. ചില സിറ്റുവേഷൻസിൽ ഇത് ഒരുപാട് വലുതാണെങ്കിൽ ആൾക്കാർ ഒരുപാട് കോൺഷ്യസ് ആയിരിക്കും ഈ ആക്സിലറി ബ്രസ്റ്റ് കാരണം. ആക്സിലറി ബ്രസ്റ്റ് നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? ആക്സിലറി ബ്രസ്റ്റ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്, നമ്മൾ ആ ഭാഗത്തിലുള്ള ദശ നമ്മൾ നീക്കം ചെയ്യുകയാണ്. ദശ നീക്കം ചെയ്യുന്ന പറഞ്ഞാൽ അതിൽ കുറച്ച് ത്വക്ക്, സ്കിൻ കുറച്ചെടുക്കും. പിന്നെ ഈ ആക്സിലറി ബ്രസ്റ്റ് ടിഷ്യൂനെ നമ്മൾ നീക്കം ചെയ്യും. അതോടെ അവിടെ ഉണ്ടാവുന്ന തള്ളലൊന്ന് ഇങ്ങനെ തള്ളി നിൽക്കുന്നത് നമുക്ക് മാറ്റി കിട്ടാൻ പറ്റും. ഇത്തരത്തിലുള്ള സർജറി നമ്മൾ ഭൂരിപക്ഷം ആൾക്കാരിൽ നമ്മൾ അവിടെ മാത്രം മരവിപ്പിച്ചിട്ട് ലോക്കൽ അനസ്തീസിയയിലാണ് ചെയ്യുന്നത്. സർജറിക്ക് ശേഷം ആശുപത്രിയിൽ കിടക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ തന്നെ വൈകുന്നേരം ആകുന്നതോടെ നമുക്ക് വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കാൻ പറ്റും. അതിനുശേഷം നമ്മൾ ആദ്യത്തെ 2-3 ദിവസം കുറച്ച് കൂടുതൽ റെസ്റ്റ് എടുക്കണം. ആ ഭാഗത്ത് ഡ്രസ്സിങ്സും ബോൾസ്റ്റേഴ്സ് കാണുമായിരിക്കും. അതൊരു 4-5 ദിവസം ആകുമ്പോൾ നമ്മൾ അതിനെ നീക്കം ചെയ്തിട്ട് പിന്നീട് അതിനുശേഷം അവിടെ ഡ്രസ്സിങ്സും ടേപ്പിങ്ങും ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നമ്മൾ യൂഷ്വലി പ്രഷർ ഗാർമെൻറ്റ്സ് യൂസ് ചെയ്യാൻ നമ്മൾ അഡ്വൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ ആക്സിലറി ബ്രസ്റ്റ് സർജറി ചെയ്താൽ എന്താണ് ഗുണം? ചെയ്തതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ആ ഭാഗത്തുണ്ടാവുന്ന ഈ സ്വെല്ലിംഗ് അല്ലെങ്കിൽ അഭംഗി കാരണം ഉണ്ടാവുന്നത് നമുക്ക് നീക്കം ചെയ്യാൻ പറ്റും.